നമ്മളെല്ലാവരും AI യുഗത്തിലാണല്ലോ ജീവിക്കുന്നത്. നമ്മളെല്ലാം AI ഉപയോഗിക്കുന്നു, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു. നമുക്ക് എന്തിപ്പോൾ പഠിക്കാനാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ പോലും നമുക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ടെല്ലാം GPT ഉപയോഗിച്ച് നമുക്കെല്ലാം ചെയ്യുവാൻ തക്കോണം കഴിയും. പിള്ളേരെല്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ സെർച്ച് എഞ്ചിനൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നിങ്ങൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ എന്താണ്? ഗൂഗിൾ, അല്ലേ? അതുപോലെയുള്ള ഓരോ സെർച്ച് എഞ്ചിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പലപ്പോഴും എല്ലാം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ബൈബിളിലൊരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 53:2. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നു, എന്നാൽ ഇതിനിടയ്ക്ക് ദൈവത്തെ സെർച്ച് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ദൈവം അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഉച്ച സമയത്ത് എൻ്റെ മുമ്പിലിരിക്കുന്ന കൊച്ചു സഹോദരന്മാരും സഹോദരിമാരും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്? ദൈവത്തിന്. ആമേൻ. ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരല്ല, നമ്മൾ ദൈവത്തിന് പ്രാമുഖ്യം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായി സ്വർഗീയ ജ്ഞാനത്താൽ നിറയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് ശക്തനാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ സെർച്ച് എഞ്ചിൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സെർച്ച് എഞ്ചിൻ നമ്മൾ കൊടുത്തു കഴിയുമ്പം സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് റിപ്ലൈ കിട്ടും, അല്ലേ? അപ്പോൾ അങ്ങനെ സഡേന്ന് ഉത്തരം കിട്ടിയ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 41-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. കാരണം അവിടെ ഒരു പ്രധാന സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ഫറവോൻ്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് ഒരാളെ എലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ, ആ യോസേഫ് ആ രാജാവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യനെ തന്നെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ആ ഫറവോൻ്റെ ഹൃദയത്തിൽ ദൈവം തോന്നിപ്പിച്ചു. പ്രിയ മക്കളെ, നമ്മൾ സ്കൂളിലായിരിക്കുന്നു, പല സമൂഹത്തിൽ പല മേഖലകളിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. എന്നാൽ ദൈവാത്മാവുണ്ട്. കഴിഞ്ഞ ദിവസം കൺവെൻഷൻ നമ്മൾ കേട്ടതുപോലെ പരിശുദ്ധാത്മാവ് ആരാധിക്കാൻ മാത്രമല്ല, അതിൽ ജീവിപ്പാൻ തക്കവണ്ണം പാസ്റ്റർ പല പ്രാവശ്യം ഈ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു പറവാൻ തക്കവണ്ണയിടയായി. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വാക്യമാണിത്. ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ ദൈവം നമ്മളെ മാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടോ ഒന്നുമല്ല. നമ്മളെ ദൈവം മാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ ഒരു വ്യത്യസ്തതയുള്ളവരായി. അതാണ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മാതാപിതാക്കളായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ വിഷയത്തിൽ ദൈവം നമ്മൾക്ക് ഒരു ചിന്ത ഞാൻ ഇട്ട് തന്നേ ഉള്ളൂ. തുടർന്നും ഈ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതെ ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ.